രണ്ടുമാണ് എനിക്ക് കേൾക്കാൻ പോകുന്നത്. ഒന്ന്, ആദ്യം മുജാഹിദീങ്ങളുടെ പുസ്തകത്തിൽ മന്ത്രിക്കാൻ പാടില്ല, മന്ത്രം ശിർക്കാണ് എന്ന് പറഞ്ഞത് ആദ്യം കാണുന്നു. അതിന്റെ ശേഷം കൊടുത്തവനെ മന്ത്രം ശിർക്കാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പുസ്തകം. ഈ പുസ്തകം KNM പബ്ലിഷിംഗ് വിങ്, മുജാഹിദ് സെന്റർ, കോഴിക്കോട് 2. ഇതിൽ പറയുന്ന മന്ത്രം ശിർക്കാണ്. ഈ മന്ത്രം ശിർക്കാണെന്ന് നേരത്തെ പഠിപ്പിച്ച മൗലവിമാര് ഇവിടെ എത്തിയപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? ഇവിടെ ഞാനുമായി മുട്ടിയപ്പോ ഞാൻ അതാ പറഞ്ഞു നിങ്ങൾ അവസാനത്തതാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. നിങ്ങൾ ആശയത്തിന്റെ അവസാനമാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ഇതിലിപ്പോൾ മൗലവിമാര് നേരത്തെ ശിർക്കാണെന്ന് പറഞ്ഞ മന്ത്രം ഇപ്പോൾ പറയുന്നു, അതിന് ഒരു വിരോധവുമില്ല. 161-ാമത്തെ പേജില് ആദ്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ വാചകമാണ്, കേട്ടോളൂ. സിഹർ, മാരണം, ഉറുക്ക്, ഏലസ്, ഐക്കല്ല്, നൂല്, മന്ത്രം, പിഞ്ഞാണമെഴുത്ത്, മന്ത്രിച്ചൂതിയ വെള്ളം, മൗലൂദ്, റാത്തീബ്, ഹദ്ദാദ്, കുതുബിയ്യത്ത്, മാലപ്പാട്ടുകൾ, കുപ്പിപ്പാട്ടുകൾ, പക്ഷിപ്പാട്ടുകൾ, ഗുളികൻ, ജിന്ന്, റൂഹാനി തുടങ്ങിയ പിശാച് സേവകൾ എന്നിവ ചികിത്സാ രീതികളായി സ്വീകരിക്കുന്ന ശിർക്കൻ വിശ്വാസം. അപ്പൊ ഇതിൽ എന്തെല്ലാം പെട്ട്? ഇതിൽ കുറെ ഗുളികനുള്ള അതുകൊണ്ട് കൂട്ടത്തിൽ ഗുളികന്റെ കൂട്ടത്തിൽ ആ മന്ത്രം പെട്ടിയത്, അതുപോലെ ഉറുക്ക് പെട്ടിയത്. അങ്ങനെ മന്ത്രം ശിർക്കൻ വിശ്വാസമാണ് എന്ന് മുജാഹിദ് എഴുതി. പ്രസിദ്ധീകരിച്ചത് 2002. എന്നാൽ 2006 ആയപ്പോൾ പേരോടുമായി സെലഫി വന്ന് നാദാപുരത്ത് മുട്ടിയപ്പോൾ സെലഫി അതാ സമ്മതിക്കുന്ന മന്ത്രത്തിന് ഞങ്ങൾ എതിരല്ല. അത് കേട്ടോ സഹോദരന്മാരെ. കേട്ടോ, ഞാനിവിടെ ആ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞപ്പോ ഇപ്പൊ ഇയാൾ പറയുന്നു നമുക്ക് തർക്കം ഇല്ല, മന്ത്രിച്ചിട്ട് കൂലി വാങ്ങാം. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞ പുസ്തകം അച്ചടിച്ചിട്ട് കൊല്ലം 4 ആയിട്ടുള്ളൂ മൗലവി. അതാ ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിച്ചത്. അത് നിങ്ങളെ KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതിലാ പറഞ്ഞ് മന്ത്രം ശിർക്കാണെന്ന്, ഉറുക്ക് ശിർക്കാണെന്ന്. അത് നിങ്ങൾ ഗുളികന്റെ കൂട്ടത്തിലാ പെടുത്തിയത്, ജിന്നിന്റെ കൂട്ടത്തിലാ പെടുത്തിയത്. എന്നാൽ ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തില് ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഓരോ നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞ് ഇവിടെ പറയുകയുണ്ടായി. തർക്കമില്ല, നമുക്ക് പ്രശ്നമില്ല, മന്ത്രിക്കാം, കൂലി വാങ്ങാം. ഇതാ ഞാൻ പറഞ്ഞത് അന്ത്യമാണിത് കേട്ടോ. നിങ്ങൾ